ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറെ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഹോൾ വീഡിയോസിലൊക്കെ നമ്മൾ അൺബോക്സിംഗ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടു പോയി. ഇപ്പൊ ഞാനത് എല്ലാം എനിക്ക് ചില പ്രൊഡക്റ്റിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെപ്പറ്റി ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഡ്രസ്സും ബാഗും മാത്രമാണ് കാണിക്കുന്നത്. ബാക്കി ഞാൻ മീഷോന്ന് മേടിച്ച ഒരു പ്രൊഡക്റ്റിനും ഇതുവരെ ഒരു ഡാമേജും ഇല്ല. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ചില പ്രൊഡക്റ്റിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൊഡക്റ്റുകളെ പറ്റി ഞാൻ പ്രത്യേകം എടുത്ത് പറയാമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് കാണാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ റിവ്യൂ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് ഇനി മേടിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് DM ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ആർട്ട് സ്കൂട്ടേഴ്സിന്റെ റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അതിൽ റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ ഇതിനും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് മേടിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷം നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ കാണാം. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ടോട്ട് ബാഗ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബാഗ് ആയിരുന്നു. ഇത് ഞാനൊരു ഇത് മേടിച്ച അന്ന് തൊട്ട് ഞാൻ ഈ ഒരു ബാഗ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനകത്ത് ഡയറി ഇടാറുണ്ട്, ബുക്സ് ഇടാറുണ്ട്, ടിഫിന്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ എല്ലാം തന്നെ ഇതിനകത്ത് ഇടാറുണ്ട്. പക്ഷെ എന്റെ വാട്ടർ ബോട്ടിലിന്റെ ലെങ്ത്തിനനുസരിച്ച് പറ്റത്തില്ലെങ്കിലും ഞാനത് കമത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെയിറ്റ് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിന്റെ ഇവിടെ ആയിട്ട് ഇതേപോലെ ഒരു പീകോക്ക് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ടൈ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. രണ്ട് മെയിൻ കമ്പാർട്ട്മെന്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സിബർക്ക് ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബേക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ ഒരു ചെറിയ കമ്പാർട്ട്മെന്റും കൂടെ വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇതായിരുന്നു അപ്പൊ എന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. നമുക്ക് ഇതിന്റെ ഒരു റേറ്റിംഗും കൂടെ കൊടുത്താലോ. അപ്പൊ ഇതിന് ഞാൻ 10 ഒരു 9 കൊടുക്കുന്നുണ്ട്. 10 കൊടുക്കാത്തതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ റേറ്റ് ആണ്. റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കുക. അത്രയും റേറ്റ് കുറവിലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് റേറ്റ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എനിക്ക് തോന്നുന്നു 200-300 സംതിങ് ആയിരുന്നു ഈ ഒരു ബാഗിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് കാണാം. ആദ്യം നമുക്ക് ബാഗുകൾ അങ്ങ് തീർത്തു പോകാം. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗായിരുന്നു. ഇതും ഞാൻ മേടിച്ച് കുറെ കാലം ഞാൻ പുറത്തു പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ എന്റെ കൊടയും അതുപോലെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. 1-2 ടിഫിൻ ബോക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണ്, ബാഗ്, പേഴ്സ്, ചാർജേഴ്സ്, അങ്ങനെ എല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനും ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് ഈ സൈഡിലായിട്ടും പിന്നെ ഇവിടെ ആയിട്ടും ഒരു കമ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഈ ഒരു വള്ളിയൊക്കെ കണ്ടില്ലേ, നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പ് ഓഫ് വള്ളിയായിരുന്നു. ഇത് 300 സംതിങ് ആയിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ട്. നല്ല സ്ലിംഗ് ആണ്. ഇതിന്റെ ഇവിടെയൊക്കെ നോക്ക്, കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ലിംഗ് ആയിരുന്നു എനിക്ക് ഈ ഒരു ബാഗിന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഗിന്റെ ഫുൾ മെറ്റീരിയലിൽ അത്ര ക്വാളിറ്റി ഇല്ല എങ്കിലും ഈ ഒരു സ്ലിംഗ് നല്ല ക്വാളിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവൊന്നും ചെയ്തുമില്ല. നല്ല ബാഗും ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ ഇതിന് ഞാൻ 10-ൽ 9 തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, കാരണം നല്ല ബാഗാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തേർഡ് ബാഗ് കാണിച്ചു തരാം. ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് കേട്ടോ. ഞാനത് ഇപ്പോഴും യൂസ് ചെയ്യാത്ത ബാഗാണ്. പക്ഷെ അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ ഒരു കവറിനകത്താക്കി ഇട്ട് വെച്ചേക്കുവാണ്. ആദ്യത്തെ ഈ ഒരു ക്ലച്ച് ബാഗ് ആയിരുന്നു. സംഭവം ഇങ്ങനെ കാണുമ്പോൾ നല്ല ലക്ഷറി സംഭവമായിട്ടുണ്ട്. ഞാൻ വീഡിയോസിൽ എങ്ങാണ്ട് ഇട്ടിട്ടുള്ള, അല്ലാണ്ട് പുറത്തോട്ട് നമുക്ക് ഇത് ഇടാനൊരു അവസരം കിട്ടിയിട്ടില്ല. ബാഗിന്റെ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയാണേലും ഇതിന്റെ സ്ലിങ് കറുത്തുപോയി. നോക്ക്, ഇവിടെയൊക്കെ നോക്ക്, ആ സ്ലിങ്ങിന്റെ കളറേ പോയിട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. അപ്പൊ ഇതിന് ഞാൻ മിക്കവാറും ഈ സ്ലിങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മന്തല്ല, ആഗസ്റ്റിൽ എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബാഗ് ഇടാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ സ്ലിങ് ഇങ്ങനെ പോയ സ്ഥിതിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. സ്ലിങ് നമുക്ക് ഊരിയെടുത്ത് ജസ്റ്റ് ഒരു ക്ലച്ച് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഇനി എന്റെ അടുത്ത ബാഗ് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ഒരു ബാഗ് കേട്ടോ. ഇത് നല്ല സൂപ്പർ ബാഗായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഇതിന്റെ സ്ലിങ്ങിന് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇതിന്റെ സ്ലിങ്ങിന് ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ സ്ലിങ് ആ സ്ലിങ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു ബാഗ് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബാഗായിരുന്നു. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതെനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട. ഇതിന്റെയൊക്കെ റേറ്റ് കണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്രയും റേറ്റ് കുറവില്ല കേട്ടോ. പിന്നെ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല. നെഗറ്റീവ് എന്ന് പറയാൻ ഇതിനകത്ത് എന്റെ ഫോണ് കൂടെ
കൊള്ളത്തില്ല എന്നുള്ളതാട്ടോ. ഫോൺ കൂടെ ഇതിനകത്ത് കയറത്തില്ല, അത്രയും കുഞ്ഞിതാണിത്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ വലിയ സൈസൊന്നും തോന്നിക്കഴിഞ്ഞാൽ ഇതിന്റെ സിബ് നോക്കിയാൽ ആകെ ഇച്ചിരി ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ഫോണൊന്നും കൊള്ളത്തില്ല. എന്നാലും നിങ്ങൾക്ക് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിനകത്ത് കൊണ്ടാകാവുന്നതാണ് എവിടെയെങ്കിലും പോകും. ഇനി നമുക്ക് കുറച്ച് ഡ്രസ് ഐറ്റംസ് കാണാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എത്ര രൂപയ്ക്കാന്ന്, ഒരു മിനിറ്റ്, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 302 രൂപയ്ക്കാട്ടോ. 302 രൂപയ്ക്ക് ഇത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി അല്ല, ഫസ്റ്റ് വൺ ഇത് 302 രൂപയ്ക്ക് ഇത് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് ആണ്. ഇതിന് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത് എക്സ്ട്രാ സ്മോൾ ഉണ്ട്, ഇപ്പൊ എക്സ്ട്രാ സ്മോൾ ഇല്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. ഇതിന്റെ ഫുൾ എലാസ്റ്റിക് ആട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് എത്ര മാത്രം വേണമെങ്കിലും വലിച്ചിട്ട് ഇങ്ങനെ ഓഫ് ഷോൾഡർ ആയിട്ടും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കൈയിന്റെ ഭാഗത്തും എലാസ്റ്റിക് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഓഫ് വൈറ്റില് ഒരു ചെറിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് വശം ദാ ഇങ്ങനെയാണ്. ഇത് ഞാൻ അങ്ങനെ പ്ലെയിൻ ആയിട്ട് എവിടെ ഇട്ടിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ നമുക്ക് വലിയൊരു ടൈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാരിയുടെ കൂട്ടത്തിലൊക്കെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് പെയർ ചെയ്യാനും പറ്റും. നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇത് ആരെങ്കിലും ഇട്ട ഫോട്ടോ സൈഡിലായിട്ട് കൊടുക്കാം. എനിക്ക് ഇട്ട ഫോട്ടോ, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ അങ്ങനെ ബേക്ക് അത്ര ഇത് ചെയ്യുന്നത് ഇടാറില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെ ഇടുന്നത്, ഞാനിതൊരു സ്കേർട്ടിന്റെ കൂട്ടത്തിലാണ് പെയർ ചെയ്യാറ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കാണാം. നെക്സ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് ഞാൻ എത്ര തവണ ഇട്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അത്രയും തവണ ഇട്ട് വാഷ് ചെയ്ത ഒരു ടോപ്പാട്ടോ. ഇത് 3/4 ആണ് സ്ലീവ് വന്നിട്ടുള്ളത്. കോട്ടൺ ബ്ലെൻഡ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ടാകുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വാഷ് ചെയ്ത്, നമ്മളിപ്പോ നേരത്തെ കണ്ട ഡ്രസ് ആണെങ്കിലും ഈ ഡ്രസ് ആണെങ്കിലും വാഷ് ചെയ്ത സമയത്ത് കളർ പോകുക ഒന്നും ചെയ്തില്ല. നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ഞാൻ മേടിച്ചത് വെറും 144 രൂപയ്ക്കാണ്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ പിക്കും ഞാൻ കൊടുക്കാം. അതേപോലെ തന്നെയായിരുന്നു എനിക്കിത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ അന്നേരം ഇതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. നമ്മൾ മിന്ത്ര, ഫ്ലിപ്കാർട്ട് എന്നുള്ള ഇതിലൊക്കെ ഇത് അവൈലബിൾ ആയിരുന്നു. അതിൽ കുറച്ച് ഇതിന്റെ ഈ ഒരു കോളറിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള കോളർ ആയിരുന്നു. പക്ഷെ 144 രൂപയ്ക്ക് ഇത് എന്തുകൊണ്ട് നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. 240 എങ്ങാണ്ട് സംതിങ് ഉണ്ട്. എനിക്കൊരു 100 രൂപ വ്യത്യാസത്തിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇതിന് ഒരുപാട് കളർ ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത് കോംബോ ഓഫറിൽ മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടാൻ ടോപ്പ് ആണ്. ഇത് ഞാൻ ഷർട്ടിന്റെ കൂട്ടത്തിലൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതെനിക്ക് 2 എണ്ണമായിട്ടാണ് കിട്ടിയത്. റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഈ ഒരു വൈറ്റും ദെൻ ഈ ഒരു ബ്ലാക്കും ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ പല കളേഴ്സ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റ് ആണ്. ഇന്നും കൂടെ ഞാൻ ഡ്യൂട്ടിക്ക് ഈ ഒരു കുർത്തയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൈന്റെ ഭാഗത്തൊക്കെ കണ്ടില്ല, ഇതേപോലെ ഒരു ടൈ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്ത. ഞാൻ സൈഡിലായിട്ട് പിക്ക് കൊടുക്കുക. എനിക്കിങ്ങനെ ഫോട്ടോയില് വീഡിയോയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇനി ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു നെക്ക് പോർഷനിലെ ഈ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊന്തിയിരിക്കും. അതെനിക്കൊരു വലിയ ഒരു ഡിഫക്റ്റ് ആയിട്ട് തോന്നി. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിങ്ങനെ പൊന്തിയിരിക്കും കേട്ടോ. അപ്പൊ അതെനിക്കൊരു വലിയ ഡിഫക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിനൊന്നും അത്ര റേറ്റ് ഇല്ല. പിന്നെ ഇത് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇടാനും വേഗം ഉണങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലൈനിങ് ഒന്നും ഇല്ല. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണിക്കാൻ തന്നത് ഈ വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങ് ലോങ് ആയിപ്പോൾ. അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് റിവ്യൂ വേണ്ടവരൊന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ വീണ്ടും പ്രൊഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തത് പറയുന്നത് ഇത് കാണിക്കണം. കാരണം ഇത് അത്രയും മാത്രം ആൾക്കാർ മേടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു ഉടുപ്പ് എന്ന് പറയുന്നത്. നല്ല ഫ്ലീറ്റഡ് ആണ്. നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഉടുപ്പാണ്. നമ്മുടെ ചെസ്റ്റിന്റെ പോർഷനായിട്ട് എലാസ്റ്റിക് ഡീറ്റെയിൽസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം എലാസ്റ്റിക് ആയിരുന്നു. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ സ്മോൾ ആണ്. ബലൂൺ സ്ലീവ്സ് ആട്ടോ വന്നിട്ടുള്ളത്. നല്ല ഡ്രസ്സാണ്. നല്ല നമുക്കിത് വേണമെങ്കിൽ ഓഫ് ഷോൾഡർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റും. ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന 5-6 മോഡൽസ് എങ്ങനെ ഇടാന്നൊക്കെ ഉള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതോടുകൂടെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂയുടെ റിവ്യൂ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പം ചില പ്രൊഡക്റ്റുകൾ മേടിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിട്ട് കാർട്ടിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതെനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും